സമകാലിക ഇന്ത്യൻ സിനിമയിൽ വിവിധ ഭാഷകളിലും ഇൻഡസ്ട്രികളിലും ജോണറുകളിലുമായി 18 വർഷത്തിനുള്ളിൽ 18 ചിത്രങ്ങൾ സംവിധാനം ചെയ്യുക എന്നത് ചെറിയൊരു നേട്ടമല്ല. കാലക്രമേണ ജീത്തു ജോസഫ് എന്ന പേര് മലയാള സിനിമയിൽ ഒരു ബ്രാൻഡ് നെയിമായി മാറിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സിനിമകൾ എപ്പോഴും ഒരു മിനിമം ഗ്യാരണ്ടി ഉറപ്പു നൽകുന്നു. അദ്ദേഹം പരീക്ഷിച്ചിട്ടുള്ള നിരവധി ജോണറുകളിൽ ത്രില്ലറുകൾ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ച മേഖല. സസ്പെൻസ് നിലനിർത്തുന്നതിലും പ്രേക്ഷകരെ വഴിതിരിച്ചുവിടുന്നതിലുമുള്ള അദ്ദേഹത്തിന്റെ മിടുക്ക് സമാനതകളില്ലാത്തതാണ്. ഈ കഴിവിനുള്ള ഏറ്റവും വലിയ തെളിവ് തീർച്ചയായും ദൃശ്യം ഫ്രാഞ്ചൈസി തന്നെയാണ്. ഇന്ത്യൻ സിനിമയിൽ ഇത്രയധികം സാംസ്കാരിക സ്വാധീനം ചെലുത്തിയ ചിത്രങ്ങൾ ചുരുക്കമാണ്. എന്നാൽ വൈരുദ്ധ്യമെന്ന് പറയട്ടെ, ജീത്തു ജോസഫിന്റെ കരിയർ കേഴ്സ് ഓഫ് ദ മാസ്റ്റർപീസ് എന്ന പ്രതിഭാസത്തിന് ഒരു ഉദാഹരണം കൂടിയാണ്. ഒരു കലാകാരന്റെ ഏറ്റവും മികച്ച സൃഷ്ടി അദ്ദേഹത്തിന്റെ തന്നെ ഭാവി സിനിമകൾക്ക് മറികടക്കാൻ കഴിയാത്ത ഒരു മാനദണ്ഡമായി മാറുകയും അത് പിൽക്കാലത്തെ പരിശ്രമങ്ങളെ ശ്വാസം മുട്ടിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണിത്. ദൃശ്യം സിനിമകളുടെ വിജയം അത്രമേൽ വലുതായിരുന്നു. അതുകൊണ്ടുതന്നെ അവയുണ്ടാക്കിയ നിഴലിൽ നിന്ന് പുറത്തുകടക്കുക എന്നത് അദ്ദേഹത്തിന് കൂടുതൽ പ്രയാസകരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ദൃശ്യം 3 അണിയറിയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കെ പ്രേക്ഷകരുടെ പ്രതീക്ഷകളുടെ ഭാരം വർദ്ധിക്കുക മാത്രമേയുള്ളൂ. ജീത്തു ജോസഫിനെ യഥാർത്ഥത്തിൽ പിന്നോട്ട് വലിക്കുന്നത് ആശയങ്ങളുടെ ദാരിദ്ര്യമല്ല, മറിച്ച് ഒരു സംവിധായകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പരിമിതികളാണ്. ചലച്ചിത്രങ്ങളുടെ വിഷ്വൽ ലാംഗ്വേജ് പൂർണ്ണമായൊരു ആധിപത്യം സ്ഥാപിക്കാൻ അദ്ദേഹത്തിന് ഇതുവരെ സാധിച്ചിട്ടില്ല. അദ്ദേഹം ഒരു തിരക്കഥാകർത്ത് എന്ന നിലയിൽ പുലർത്തുന്ന മികവിന്റെ പകുതിയെങ്കിലും സംവിധാനത്തിൽ പ്രകടിപ്പിച്ചിരുന്നെങ്കിൽ ദൃശ്യം സൃഷ്ടിച്ച ആ വലിയ സ്വാധീന വലയത്തിൽ നിന്ന് അദ്ദേഹം ഇതിനകം മോചിതനായേനെ. തിരക്കഥിക്ക് പാളിച്ചകൾ സംഭവിക്കുമ്പോഴാണ് ഈ പോരായ്മ കൂടുതൽ പ്രകടമാകുന്നത്. സങ്കീർണമായ തിരക്കഥയും ദുർബലമായ സ്റ്റേജിങ്ങും കാരണം അദ്ദേഹത്തിന്റെ സമീപകാല ചിത്രമായ മിറാഷ് പൂർണ്ണമായും പരാജയപ്പെട്ടു. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും വലിയ പരാജയമായിരുന്നു അത്. ജീത്തു ജോസഫിന്റെ സിനിമകൾ നിലനിൽക്കുന്നത് പൂർണ്ണമായും തിരക്കഥയുടെ കരുത്തിലാണ് എന്ന ഓർമ്മപ്പെടുത്തലായിരുന്നു ആ ചിത്രം. ആ തൂണിന് വിള്ളൽ വീണാൽ സിനിമയെ താങ്ങി നിർത്താൻ മറ്റൊന്നും അവിടെ അവശേഷിക്കാറില്ല. അദ്ദേഹത്തിന്റെ പുതിയ ചിത്രം വലതുവശത്തെ കള്ളൻ ഈ വാരം റിലീസ് ചെയ്യാനിരിക്കെ അദ്ദേഹത്തിന്റെ സിനിമകളെ പുനർവിചിന്തനം ചെയ്യാനും ഒരു പ്രധാന ചോദ്യം ചോദിക്കാനും അനുയോജ്യമായ സമയമാണിത്. ഡിറ്റക്റ്റീവ് എന്ന സിനിമയുടെ ക്ലൈമാക്സ് കണ്ട ഓർമ്മ ഇന്നും മനസ്സിൽ തെളിഞ്ഞു നിൽക്കുന്നു. ആ കൊലപാതകി ആരാണ് എന്നതിലുപരി ആ കുറ്റകൃത്യം എങ്ങനെ നടപ്പിലാക്കി എന്നതിലായിരുന്നു സസ്പെൻസ്. അതിന്റെ ആസൂത്രണത്തിലെ പുതുമ എസ്.എൻ. സ്വാമി തന്റെ ആദ്യകാല CBI ഡയറി കുറിപ്പുകളിൽ നിർമ്മിച്ച സങ്കീർണമായ സിനിമാറ്റിക് പസിലുകളെ ഓർമ്മിപ്പിച്ചു. ഡിറ്റക്റ്റീവ് ഒരു ആവറേജ് ഹിറ്റായിരുന്നു. ആ ജോണറിൽ തന്നെ തുടർന്ന് നേട്ടമുണ്ടാക്കാനുള്ള അവസരമുണ്ടായിട്ടും ജീത്തു തിരഞ്ഞെടുത്തത് ഉർവശിയും അർച്ചന കവിയും പ്രധാന വേഷങ്ങളിലെത്തിയ മമ്മി ആൻഡ് മീ എന്ന കുടുംബചിത്രമായിരുന്നു. ഒരു സ്ത്രീപക്ഷ സിനിമ ചെയ്യുന്നതിൽ നിന്ന് അടുത്ത സുഹൃത്തുക്കൾ പോലും തന്നെ നിരുത്സാഹിപ്പിച്ചിരുന്നതായി അദ്ദേഹം പിന്നീട് വെളിപ്പെടുത്തിയിരുന്നു. എന്നിട്ടും ഒരേ രീതിയിലുള്ള സിനിമകളിൽ തളച്ചിടപ്പെടാതിരിക്കാനുള്ള ആഗ്രഹം കൊണ്ട് അദ്ദേഹം ആ സിനിമയുമായി മുന്നോട്ടുപോയി. ഈ 2 സിനിമകളും പൂർണ്ണമായും തിരക്കഥയെ തന്നെയായിരുന്നു ആശ്രയിച്ചത്. ആ തിരക്കഥകളിൽ ചെറിയൊരു പാളിച്ച വന്നിരുന്നെങ്കിൽ പോലും സീരിയലുകളെ ഓർമ്മിപ്പിക്കുന്ന ദൃശ്യങ്ങളും ഫ്ലാറ്റായ സ്റ്റേജിങ്ങും ആ സിനിമകളുടെ ബലഹീനത തുറന്നുകാട്ടിയേനെ. അദ്ദേഹത്തിന്റെ കരിയറിലുടനീളം ഈയൊരു രീതി ആവർത്തിക്കപ്പെടുന്നതായി നമുക്ക് കാണാം. മലയാള സിനിമയിൽ ജീത്തുവിന്റെ നിലനിൽപ്പിന് കടപ്പാട് ക്യാമറയ്ക്കുപരി അദ്ദേഹത്തിന്റെ പേനയ്ക്കാണ്. അദ്ദേഹത്തിന്റെ തിരക്കഥകൾ വെറും ശരാശരി മാത്രമായിരുന്നെങ്കിൽ ഇത്രയും കാലം സിനിമയിൽ പിടിച്ചു നിൽക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു എന്നത് സംശയമാണ്. ദ പ്രപ്പോസൽ എന്ന ഹോളിവുഡ് ചിത്രത്തിന്റെ റീമേക്കായിരുന്നു മൈ ബോസ്. ഈ സിനിമ വിജയിച്ചത് നിർമ്മാണത്തിലെ മികവ് കൊണ്ടല്ല, മറിച്ച് അവിടത്തെ പ്രാദേശികമായ സാഹചര്യങ്ങളുമായി കഥയെ ലയിപ്പിച്ചതും രസകരമായ സംഭാഷണങ്ങളും കഥാപാത്രങ്ങൾ തമ്മിലുള്ള കെമിസ്ട്രിയും കൊണ്ടാണ്. സാങ്കേതികമായി ഈ സിനിമ വളരെ വീക്കായിരുന്നു. തിരക്കഥയുടെ കരുത്തിൽ ആ ചിത്രം ഇന്നും വീണ്ടും വീണ്ടും കാണാൻ പ്രേരിപ്പിക്കുന്ന ഒന്നായി നിലനിൽക്കുന്നു. ജീത്തു തന്റെ സംവിധാന മികവ് ശരിക്കും പ്രകടിപ്പിച്ച ഒരേയൊരു ചിത്രമായിരുന്നു മെമ്മറീസ്. നല്ല ക്യാമറ വർക്കും ഫലപ്രദമായ കളർ ഗ്രേഡിങ്ങും ആ അന്തരീക്ഷത്തിലെ ഉദ്വേഗവും എല്ലാം ഉള്ളടക്കത്തിനൊപ്പം ചേരുമ്പോൾ അദ്ദേഹത്തിന് എന്ത് നേടാനാകും എന്ന് കാണിച്ചു തന്നു. നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന്റെ കരിയറിൽ ഇതൊരു പതിവായി മാറിയില്ല. സാങ്കേതികമായി തികവുള്ള അദ്ദേഹത്തിന്റെ ഹിന്ദി റീമേക്കായ ദ ബോഡി പോലും വീരസവും പെട്ടെന്ന് മറന്നുപോകുന്നതുമായി അനുഭവപ്പെട്ടു. ഈയിടെ ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ തന്റെ സിനിമകൾ ചർച്ച ചെയ്യപ്പെടേണ്ടത് ബോക്സ് ഓഫീസ് കണക്കുകളുടെ പേരിലല്ല, മറിച്ച് അവയുടെ ഗുണനിലവാരത്തിന്റെ പേരിലാകാനാണ് താൻ ആഗ്രഹിക്കുന്നത് എന്ന് ജീത്തു ജോസഫ് പറഞ്ഞു. ഈ ചിന്താഗതി ആദർശപരമായി തോന്നിയാലും ഇതിൽ മറ്റൊരു പ്രശ്നം ഒളിഞ്ഞിരിപ്പുണ്ട്. ബോധപൂർവമോ അല്ലാതെയോ സിനിമകളെ സേഫ് സോണിൽ നിർത്താനുള്ള ഒരു പ്രവണത ഇതിൽ നിഴലിക്കുന്നു.
പുറമേ നോക്കുമ്പോൾ സിനിമകളിൽ വൈവിധ്യം നിലനിർത്തുന്നുണ്ടെങ്കിലും ജീത്തുവിന്റെ പല ത്രില്ലറുകളും പ്രമേയപരമായി ചില സമാനതകൾ പങ്കുവയ്ക്കുന്നു. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ മിക്കപ്പോഴും വെറുമൊരു നരേറ്റീവ് ഡിവൈസ് മാത്രമായി മാറുന്നു. ഇവിടെ സ്ത്രീ കഥാപാത്രങ്ങൾ സ്വന്തം നിലയിൽ തീരുമാനങ്ങൾ എടുക്കുന്നവർ എന്നതിനൊക്കെ ഉപരി വെറും ഇരകളായി ചുരുങ്ങുന്നു. സിനിമകളിൽ ഫ്രിഡ്ജിംഗ് എന്നറിയപ്പെടുന്ന രീതി, അതായത് പുരുഷ കഥാപാത്രങ്ങളുടെ വൈകാരിക യാത്രകൾക്ക് തുടക്കമിടാൻ വേണ്ടി മാത്രം സ്ത്രീ കഥാപാത്രങ്ങളെ ഇല്ലാതാക്കുകയോ പീഡിപ്പിക്കുകയോ ചെയ്യുന്ന രീതി അദ്ദേഹത്തിന്റെ കരിയറിലുടനീളം ആവർത്തിക്കപ്പെടുന്നു. ഡിറ്റക്റ്റീവ് മുതൽ മെമ്മറീസ്, ദൃശ്യം, 12th മാൻ, നേർ വരെ ഈ പാറ്റേൺ തുടരുന്നു. ഇതിലെ ധാർമ്മികത മാറുമ്പോഴും ഫലം മാറുന്നില്ല. സ്ത്രീകൾക്ക് അനീതി സംഭവിക്കുന്നു, അവർ പീഡിപ്പിക്കപ്പെടുന്നു അല്ലെങ്കിൽ നിശബ്ദരാക്കപ്പെടുന്നു. ഊഴം, തമ്പി, ആദി എന്നീ ചിത്രങ്ങൾ മാത്രമാണ് ഇതിലൊരു മാറ്റം കൊണ്ടുവന്നത്. കൂമൻ എന്ന സിനിമയാകട്ടെ ഒരു ക്യൂയർ കഥാപാത്രത്തെ കേവലം ഞെട്ടിക്കുന്ന ഒരു ട്വിസ്റ്റിനു വേണ്ടി മാത്രം അവതരിപ്പിച്ചതുകൊണ്ട് കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കി. അവസാന നിമിഷത്തെ ഞെട്ടിക്കുന്ന ട്വിസ്റ്റുകളോട് ജീത്തുവിന്റെ അമിത ആവേശം പലപ്പോഴും അദ്ദേഹത്തിന്റെ സ്വന്തം കഥകളുടെ തന്നെ സ്വാഭാവികതയെ തകർക്കുന്നു. എങ്കിലും ജീത്തു ജോസഫിനെ പൂർണ്ണമായും എഴുതിത്തള്ളുന്നത് ന്യായീകരണമല്ല. മൈ ബോസ്, ലൈഫ് ഓഫ് ജോസുട്ടി, നുണക്കുഴി തുടങ്ങിയ അദ്ദേഹത്തിന്റെ ത്രില്ലറല്ലാത്ത ചിത്രങ്ങൾ അദ്ദേഹത്തിന്റെ രചനയ്ക്ക് സ്വാഭാവികമായൊരു സ്വീകാര്യതയുണ്ടെന്ന് തെളിയിക്കുന്നു. പ്രേക്ഷകരുടെ മനഃശാസ്ത്രം മറ്റവരേക്കാൾ നന്നായി അദ്ദേഹത്തിന് അറിയാം. നിർമ്മാണ ശൈലിയിൽ പാളിച്ചകൾ ഉണ്ടാകുമ്പോൾ പോലും പ്രേക്ഷകരെ പിടിച്ചുവിർത്താൻ എങ്ങനെയാണെന്ന് അദ്ദേഹത്തിന് കൃത്യമായ നിശ്ചയമുണ്ട്. ഈ വർഷം ദൃശ്യം 3 പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ ആ ശുഭപ്രതീക്ഷയ്ക്കൊപ്പം ചെറിയൊരാശങ്കയും നിലനിൽക്കുന്നുണ്ട്. അമിത പ്രതീക്ഷകളോടെ സിനിമയെ സമീപിക്കരുതെന്ന് ജീത്തു തന്നെ പ്രേക്ഷകരോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. കേവലം ഒരു ത്രില്ലർ എന്നതിലുപരി ജോർജ് കുട്ടിയെയും കുടുംബത്തെയും കേന്ദ്രീകരിച്ച ഒരു ക്യാരക്ടർ ഡ്രിവൺ ചിത്രമായിരിക്കും ഇതെന്ന് അദ്ദേഹം വെളിപ്പെടുത്തിക്കഴിഞ്ഞു. ഒരുപക്ഷെ ആ സത്യസന്ധത ഒരു നല്ല ലക്ഷണമായിരിക്കാം. 3ാം തവണയും ആ മാജിക് ആവർത്തിക്കാൻ ജീത്തു ജോസഫിന് കഴിയുമോ എന്നത് കാത്തിരുന്ന് കാണാം. എങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, ഒരു മികച്ച തിരക്കഥയുടെ കരുത്തിൽ ഇത്രത്തോളം ഉറച്ച, അതേസമയം ഇത്രമേൽ സുതാര്യമായ ഒരു കരിയർ കെട്ടിപ്പടുത്ത സംവിധായകർ അധികമില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇത്തരം കൂടുതൽ സിനിമാ വിശകലനങ്ങൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക.